ഉണ്ട്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ പറ്റിയിട്ടാണ്. അഥവാ NPD എന്ന് പറയും. നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു വ്യക്തിത്വ വൈകല്യമാണ്, പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. അവനവനോട് തോന്നുന്ന അമിതമായിട്ടുള്ള ഇഷ്ടം അല്ലെങ്കിൽ അവനവന് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ്, ഒരു സെൽഫ് സെന്റേർഡ് ആയിട്ടുള്ള രീതിയിലുള്ള സംസാരം, പെരുമാറ്റം ഒക്കെ നമുക്ക് നാർസിസിസ്റ്റിൽ കാണാൻ പറ്റും. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സസ് ആയിട്ടുള്ള ഒരു സെൽഫിഷ്നെസ് ആണ് നാർസിസിസം എന്ന് പറയുന്നത്. നാർസിസിസം എന്നുള്ള ടേം വരുന്നത് ഗ്രീക്ക് മിത്തോളജിയിൽ നിന്നാണ്. ഇതിന്റെ പിന്നിലൊരു സ്റ്റോറി ഉണ്ട്. നാർസിസസ് എന്നുള്ളത് വളരെ ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഹാൻസം ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. എന്നാൽ അതേസമയം ഭയങ്കര അഹങ്കാരം നിറഞ്ഞ ഒരു വ്യക്തിത്വമായിരുന്നു നാർസിസസിൻ്റെത്. അങ്ങനെ ഇരിക്കെയാണ് എക്കോ എന്നുള്ളൊരു പെൺകുട്ടി നാർസിസിസുമായിട്ട് പ്രണയത്തിലാവുന്നത്. എന്നാൽ ആ ഒരു പ്രണയ അഭ്യർത്ഥന നാർസിസിസ് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. തനിക്ക് ചേരുന്നതായിട്ട് ആരുമില്ല, തൻ്റെ ഒരു യുണീക്ക് പേഴ്സണാലിറ്റി ആണ് എന്നുള്ളൊരു മനോഭാവമായിരുന്നു നാർസിസസിൻ്റെത്. അങ്ങനെ ഇരിക്കെ ഈ എക്കോയുടെ മനസ്സ് വിഷമിക്കുന്നത് കാണുന്ന ഗോഡ് നാർസിസസിനെ ശപിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഒരിക്കല് ഒരു തടാകക്കരയിൽ നാർസിസിസ് നിൽക്കുമ്പോൾ തന്റെ പ്രതിബിംബം ആ തടാകത്തിൽ വെള്ളത്തിൽ കാണുകയും അതുമായിട്ട് നാർസിസിസ് ഇഷ്ടത്തിലാവുകയും ചെയ്യുകയാണ്. അതിനെ സ്പർശിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അതിനെ സ്പർശിക്കാൻ നാർസിസിന് പറ്റുന്നില്ല. അങ്ങനെ സ്വന്തം സൗന്ദര്യത്തിൽ മുഴുകി ആ തടാകത്തിൽ തന്നെ ജീവൻ എടുക്കുകയാണ് നാർസിസിസ് ചെയ്യുന്നത്. അങ്ങനെയാണ് നാർസിസം വരുന്നത്. ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, നാർസിസ്റ്റിക് ട്രെയ്റ്റ് ഉള്ള എല്ലാവരും തന്നെ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരാണെന്ന് നിർബന്ധമല്ല. അത് ത്രൂ അസസ്മെന്റ്സ് ആൻഡ് ടൂൾസ് നമ്മൾ കൺഫേം ഡയഗ്നോസ് ചെയ്യുമ്പോഴാണ് അത് ഡിസോർഡർ ആയിട്ട് മാറുന്നത്. ഇതിന്റെ ഒരു പ്രിവേലൻസ് റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പാരിങ് ടു വുമൻ ഇത് മെന്നിലാണ് കൂടുതൽ കാണുന്നത്. ടോട്ടൽ പോപ്പുലേഷന്റെ ഒരു 1 to 6% NPD ഉള്ള ആൾക്കാരുണ്ടെന്നാണ് സ്റ്റഡീസ് കാണിക്കുന്നത്. NPDയിലുള്ള സയൻസ് ആൻഡ് സിംറ്റംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു സുപ്പീരിയോറിറ്റി, എനിക്ക് എൻ്റെ എന്നുള്ളൊരു മനോഭാവം, എല്ലാവരും ഞാൻ പറയുന്നത് അനുസരിക്കണം, ഞാൻ പറയുന്നതാണ് ശരി, ഒരു മേധാവിത്വം ഇത്തരം വ്യക്തികളിൽ നമുക്ക് കാണാൻ പറ്റും. ഒരു അറ്റൻഷൻ സീക്കിംഗ് ഉണ്ടാവും, എല്ലാവരും എന്നെ പ്രൈസ് ചെയ്യണം, അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോവുക, അഗ്രസീവ് ആവുക, മറ്റുള്ളവരുടെ മുന്നിൽ എന്ത് ചേഷ്ടകളും കാണിക്കുക, അങ്ങനെയുള്ളൊരു ടെൻഡൻസി ഉണ്ടാവാം. അതേപോലെ തന്നെ ഒട്ടും എമ്പതി ഉണ്ടാവില്ല, ബാക്കിയുള്ളവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാനോ അവരെ മനസ്സിലാക്കാനോ ഉള്ള ഒരു കഴിവ് ഇത്തരം വ്യക്തികളിൽ വളരെ കുറവായിരിക്കും. അതേസമയം അവരിൽ നിന്ന് ഒത്തിരി അംഗീകാരങ്ങളും റെസ്പെക്റ്റും ഇവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കും. ഇവരുടെ അച്ചീവ്മെന്റ്സും അക്കംപ്ലിഷ്മെന്റ്സും ഒക്കെ ഭയങ്കരമായിട്ട് പറഞ്ഞു നടക്കുക, ഞാനൊരു വലിയ സംഭവമാണെന്ന് ബാക്കിയുള്ളവരുടെ മുന്നിൽ കാണിക്കുക, ഈ ഒരു ടെൻഡൻസീസ് എല്ലാം ഈ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ കൺട്രോളിങ്, ഭയങ്കരമായിട്ട് എൻ്റെ കയ്യിലാണ് കൺട്രോള്. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് വെക്കുക, ലവ് ബോംബിങ്, ഗ്യാസ് ലൈറ്റിങ്, അങ്ങനെയുള്ള ഒത്തിരി ടോക്സിക് ട്രേറ്റ്സുകൾ നമുക്ക് നാർസിസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തികളിൽ കാണാൻ പറ്റും. ഒരു ഓവർ കോൺഫിഡൻസ്, ഒരു അധികാരം, അവകാശമൊക്കെ അവര് എപ്പോഴും കൊണ്ടു നടക്കും. അതുപോലെ തന്നെ ഒരു ഗ്രാൻഡിയോസ് ഫീലിങ്സ് എന്ന് പറയും, വളരെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള വിശ്വാസങ്ങളായിരിക്കും ഇവർക്ക് ഉണ്ടാവുന്നത്. ബാക്കിയുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യുക, തന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോവുക, അതിലെല്ലാം ഇവരൊരു പ്ലഷർ കണ്ടെത്തുന്ന കൂട്ടരാണ്. പക്ഷെ ഇതൊന്നും തന്നെ ഇവർ ഇന്റൻഷനലി ചെയ്യുന്ന, പർപ്പസ്ഫുള്ളി ബാക്കിയുള്ളവരെ വേദനിപ്പിക്കണം എന്നുള്ള ഇന്റൻഷനോട് കൂടി ചെയ്യുന്നതല്ല. ഒരു നാർസിസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയെ നോക്കുമ്പോൾ ഉള്ളിൽ ഭയങ്കര വൾണറബിൾ ആയിട്ടും ഫ്രജൈൽ ആയിട്ടും ആയിരിക്കും. അതേസമയം ഒത്തിരി ഹ്യൂമിലിയേഷൻസും ഭയങ്കര ഷെയിം, ഇൻസൾട്ട് ഒക്കെ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അവർക്കറിയാം അവർക്കൊരു കോൺഫിഡൻസ് കുറവാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു സെൽഫ് എസ്റ്റീം കുറവാണ്. ആ ഒരു കുറവിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നാർസിസിസ്റ്റ് എന്ന് നോക്കുമ്പോൾ തന്നെ അതിൽ പല ടൈപ്പുകൾ വരുന്നുണ്ട്. കുറെ സബ് ടൈപ്സ് ഓഫ് നാർസിസിസ്റ്റിക് ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. അതിൽ മേജർ ആയിട്ടുള്ള കുറച്ചെണ്ണം ഓവേർട്ട് നാർസിസിസ്റ്റ് എന്ന് പറയും. അതായത് അവരുടെ ട്രേറ്റ്സ് പുറത്ത് ഈസിലി വിസിബിൾ ആണ്, നമുക്ക് പുറത്ത് കാണുന്നവർക്ക് ഈസിലി മനസ്സിലാക്കാൻ പറ്റും ഇവരൊരു നാർസിസ്റ്റിക് ട്രേറ്റ് ഉള്ള വ്യക്തിയാണെന്നുള്ളത്. അതുപോലെ തന്നെ കൊവേർട്ട് നാർസിസിസ്റ്റ് ഉണ്ട്. കൊവേർട്ട് നാർസിസിസ്റ്റ് എന്ന് പറയുമ്പോൾ ട്രേറ്റ്സ് ആർ ഹിഡൻ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. പലപ്പോഴും കുറെ കാലങ്ങൾക്ക് ശേഷമായിരിക്കും നമ്മൾ റിയലൈസ് ചെയ്യുന്ന ആ വ്യക്തി നമ്മളെ യൂസ് ചെയ്തായിരുന്നു എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതാണ് ഒവേർട്ടും കൊവേർട്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. അതിന്റെ കൂടെ തന്നെ മലിഗ്നന്റ് നാർസിസിസ്റ്റ് ഉണ്ട്, അതായത് ബാക്കിയുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യുക, ഹൈലി അബ്യൂസ് ചെയ്യുക, അതിലെല്ലാം തന്നെ ഒരു പ്ലഷർ കണ്ടെത്തുന്ന കൂട്ടരാണ് മലിഗ്നന്റ് നാർസിസിസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ
വൾണറബിൾ നാർസിസിസ്റ്റ് ഉണ്ട്, ഒരു ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള ടൈപ്പ് ആൾക്കാരാണ്. അതേസമയം ദേ ആർ സെൽഫ് കോൺഷ്യസ്, എക്സ്ട്രീംലി സെൽഫ് കോൺഷ്യസ് എന്നുള്ളതും അവരിൽ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ സെഡ്യൂസിങ് നാർസിസിസ്റ്റ് ഉണ്ട്, തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ വളരെ ചാർമിംഗ് ആയിട്ട് ബിഹേവ് ചെയ്യുക, അങ്ങനെ തന്റെ കാര്യങ്ങൾ ഓരോന്നും നേടിയെടുക്കുക എന്നുള്ള ഒരു ടെൻഡൻസി അവരിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ സൊമാറ്റിക് നാർസിസിസ്റ്റ് ഉണ്ട്, അവരുടെ ബോഡി ആയിട്ട് അവർ ഭയങ്കര ഒബ്സസ്ഡ് ആയിരിക്കും. അതായത് അവരുടെ ലുക്ക്, ഒത്തിരി സമയം ഗ്രൂമിങ്, ഫാഷൻ, ഫിറ്റ്നസിനൊക്കെ ചെലവഴിച്ച് ആ ഒരു ബോഡി അപ്പിയറൻസ് കൊണ്ടുള്ള ഒരു ഒബ്സഷൻ നമുക്ക് അതിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെയാണ് സെറിബ്രൽ നാർസിസിസ്റ്റ് എന്ന് പറയും. ഭയങ്കര ഇന്റലക്ച്വൽ സുപ്പീരിയോറിറ്റി ഉണ്ടാവും, തനിക്കാണ് ഭയങ്കര അറിവും വിവരവും ഉള്ളത്, തനിക്കാണ് ബുദ്ധിയുള്ളത്, മറ്റുള്ളവർക്കൊന്നും എന്റെ ലെവലിലേക്ക് എത്താൻ പറ്റില്ല എന്നുള്ളൊരു മനോഭാവമുള്ളവരാണ് സെറിബ്രൽ നാർസിസിസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റിലീജിയസ് നാർസിസിസ്റ്റ് ഉണ്ട്, റിലീജിയസ് അഥവാ സ്പിരിച്വൽ നാർസിസിസ്റ്റ് ഉണ്ട്. മതപരമായിട്ടും ആത്മീയപരമായിട്ടും എനിക്ക് അറിവുണ്ട്, എനിക്ക് ബാക്കിയുള്ളവരുടെ മുകളിൽ കൺട്രോൾ ഉണ്ട് എന്ന് ചിന്തിക്കുന്നവരാണ്. അതേപോലെ കമ്മ്യൂണൽ നാർസിസിസ്റ്റ് ഉണ്ട്. കമ്മ്യൂണൽ നാർസിസിസ്റ്റ് എന്ന് പറയുമ്പോൾ വളരെ ഹെൽപ്പിംഗ് ആയിട്ടുള്ള, അൾട്രൂയിസ്റ്റിക് ആയിട്ടുള്ള, ഷെയറിങ്, ഒരു എക്സ്ട്രീംലി കമ്മ്യൂണിറ്റി മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ അത് ഒരു അംഗീകാരം കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ്. ഇപ്പൊ ആ ഒരു അംഗീകാരം കിട്ടുന്നില്ല എന്നുള്ളിടത്ത്, എസ്പെഷ്യലി ഇൻ ഫ്രണ്ട് ഓഫ് ഫാമിലി ആൻഡ് ബിലൗഡ് വൺസ്, ആ ഒരു അവരുടെ ട്രൂ നേച്ചർ അവർ പുറത്തെടുക്കും. അങ്ങനെയൊക്കെയാണ് പല ടൈപ്പ് നാർസിസിസ്റ്റിക് ആൾക്കാർ വരുന്നത്. ഇനി ഒരു നാർസിസിസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യത്യസ്ത റീസൺസ് ഉണ്ട്. ഇപ്പോ മേജറായിട്ടും വരുന്നത് ജനറ്റിക്സ് ആൻഡ് ഹെറിഡിറ്ററി. ഒരു NPD ഉള്ള ഒരു വ്യക്തിയുടെ കൂടെ വേറൊരു NPD ഉള്ള ആള് ആ ഒരു ഫാമിലിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. മോസ്റ്റ്ലി ത്രൂ ഒബ്സർവേഷൻ ആൻഡ് ഇമിറ്റേഷൻ ഒക്കെ കുറെയൊക്കെ ട്രേറ്റ്സ് ഇവർ ഇത് സ്വായത്തമാക്കിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ചൈൽഡ്ഹുഡ്, പാരന്റിങ്ങിന് വലിയൊരു റോളുണ്ട്. ഇപ്പൊ ഭയങ്കരമായിട്ട് അപ്രിസിയേഷൻ കൊടുത്ത് വളർന്ന മക്കളാണെന്നുണ്ടെങ്കിൽ, അതുപോലെ ഒട്ടും അപ്രിസിയേഷൻ കിട്ടാതെ വളർന്ന മക്കളാണെന്നുണ്ടെങ്കിൽ, ഭയങ്കരമായിട്ട് അപ്രിസിയേഷൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ അവരെ നമ്മൾ ലൈക്ക് യു ആർ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ് വളർത്തിയെടുക്കുകയാണ്. അപ്പോൾ ഓവറായിട്ടുള്ള പാമ്പറിങ്, ഓവർ ഫ്രീഡം കൊടുത്ത്, ഓവർ അപ്രിസിയേഷനിലൂടെ വളർത്തിയെടുക്കുമ്പോൾ ഒരു പോയിന്റിൽ അവർ റിയലൈസ് ചെയ്യും ദാറ്റ് ദേ ആർ നോട്ട് ആക്ച്വലി ദ ബെസ്റ്റ്, അല്ലെങ്കിൽ അവരെക്കാളും ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഈ റിയൽ വേൾഡിൽ ഉണ്ടെന്ന് റിയലൈസ് ചെയ്യുന്നിടത്ത് അവർക്ക് ആ ഒരു കോമ്പറ്റ് ചെയ്യാനുള്ള സ്പിരിറ്റ് നഷ്ടപ്പെടും. ഒരു വർത്ത്ലെസ്നെസ് ഫീലിംഗ് വരികയും അവർ അവരിലേക്ക് തന്നെ ഒതുങ്ങിപ്പോവുകയും ചെയ്യും. അതുപോലെ തന്നെ ഒട്ടും അപ്രിസിയേഷൻ കിട്ടാത്തയിടത്ത് ഇൻസൾട്ട്സ് മാത്രം നേരിട്ട് വരികയും അവർ ചെയ്യുന്ന കാര്യങ്ങൾ വാല്യൂ ചെയ്യപ്പെടാതെ പോവുകയും ചെയ്യുന്ന ഒരു സറൗണ്ടിങ്ങിൽ ചുറ്റുമുള്ള ആൾക്കാരെ അവർ വെറുക്കപ്പെടുകയും അവരിലേക്ക് തന്നെ ഒതുങ്ങി പോകാനുള്ള ചാൻസസ് കൂടുകയും ചെയ്യും. അതേപോലെ തന്നെയാണ് കൾച്ചറൽ റീസൺസ്. ഇപ്പോൾ ചില കൾച്ചറിൽ കോമ്പറ്റേറ്റീവ്നെസ്, മെറ്റീരിയലിസം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് NPD പോലുള്ള ട്രേറ്റ്സ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂട്ടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെയാണ് ബ്രെയിനിൽ ഉണ്ടാവുന്ന സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ചേഞ്ചസ് NPDയിലേക്ക് വഴിതിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് ഡയഗ്നോസ് ചെയ്യുന്നത് കൂടുതലും ടെസ്റ്റ്, അസസ്മെന്റ്, ഇന്റർവ്യൂ, ഒബ്സർവേഷനിലൂടെയൊക്കെയാണ്. സംസാരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ടെസ്റ്റുകൾ യൂസ് ചെയ്ത് നമ്മളത് കൺഫേം ആക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസിൽ നോക്കുമ്പോൾ അതിൽ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ വരുന്നുണ്ട്, OCPD വരുന്നുണ്ട്. അതായത് ഒരു കൃത്യമായിട്ടുള്ള ഓർഡർ ലൈൻസ്, അല്ലെങ്കിൽ താൻ വിചാരിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ നടക്കണം എന്നുള്ള ഒരു കൺട്രോളിംഗ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് OCPDയിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഹിസ്ട്രോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, ഒരു അറ്റൻഷൻ സീക്കിംഗ് ആയിട്ടുള്ളത് ഹിസ്ട്രോണിക്കിൽ കാണാൻ പറ്റും. പക്ഷെ ഇതൊന്നും അല്ല, ഇത് NPD തന്നെയാണ് എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് നോക്കുമ്പോൾ മെയിൻലി ത്രൂ സൈക്കോതെറാപ്പീസ് ആണ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നത്. സൈക്കോതെറാപ്പീസ് എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി CBT, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, കോഗ്നിഷനിലും ബിഹേവിയറിലും ചേഞ്ചസ് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ സ്കീമ തെറാപ്പി എന്ന് പറയും. സ്കീമ തെറാപ്പി ഓൾറെഡി ഇൻട്രെയിൻഡ് ആയിട്ടുള്ള പാറ്റേൺസ് അല്ലെങ്കിൽ വിശ്വാസങ്ങളെ മാറ്റിയെടുക്കുക, ആ ഒരു സ്കീമയെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് സ്കീമ തെറാപ്പിയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ചില കേസുകളിൽ വിത്ത് മെഡിക്കേഷനോട് കൂടി, ഇപ്പൊ NPD ഉള്ള ആള് തന്നെ ഇപ്പോൾ സബ്സ്റ്റൻസ് അബ്യൂസിലേക്കും ഡിപ്രഷനിലേക്കും ഒക്കെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വിത്ത് മെഡിക്കേഷനോട് കൂടി ട്രീറ്റ് ചെയ്യാവുന്നതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് സൈക്കോ എഡ്യൂക്കേഷൻ എന്നുള്ളത്. കാരണം NPD ഉള്ള ഒരു വ്യക്തി ഒരിക്കലും അറിയുന്നില്ല തൻ്റെതാണ് തെറ്റ് എന്നുള്ളത്, അതായത് താനാണ് ഇവിടെ പ്രശ്നം എന്നുള്ളത് അവരറിയുന്നില്ല. പലപ്പോഴും ചുറ്റുമുള്ള ആൾക്കാരെ ചൂണ്ടിക്കാണിക്കുക, അല്ലെങ്കിൽ അവർക്കാണ് പ്രശ്നം എന്നുള്ളത് ധരിച്ചിട്ടാണ് കൗൺസിലിംഗിലേക്ക് വരുന്നത്. അപ്പൊ അത് മനസ്സിലാക്കി കൊടുക്കുക, അവരുടെ കുറെയൊക്കെ ട്രേറ്റ്സ് മാറ്റിയെടുക്കേണ്ടതാണ് എന്നുള്ളത് അവരെ റിയലൈസ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ NPD, മാക്യുലേനിസം, സൈക്കോപ്പത്തി എന്നുള്ളതൊക്കെ ഡാർക്ക് ട്രയഡ് പേഴ്സണാലിറ്റിയിൽ വരുന്ന
ഡിസോർഡേഴ്സ് ആണ്. അതിൽ തന്നെ ഒരു പരിധി വരെ ദിസ് ഇസ് ഓൾ ഗുഡ്. ഇത് നമുക്ക് ഹെൽപ്ഫുൾ ആണ്. ഇപ്പൊ NPD എന്ന് പറയുമ്പോഴും കുറെയൊക്കെ സെൽഫ് ലവ് അല്ലെങ്കിൽ ഒരു നോ പറയുക എന്നുള്ളതൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതൊരു പരിധിയിൽ കൂടുമ്പോഴാണ് ഡിസോർഡറിലേക്ക് പോകുന്നതും നമുക്ക് പല കാര്യങ്ങളും മിസ്സാവും. ലൈക്ക് റിലേഷൻഷിപ്സ് ഒക്കെ കുറെയൊക്കെ മിസ്സായി പോകും. അതുകൊണ്ട് തന്നെ ഇപ്പൊ DBT തെറാപ്പി ഒക്കെ ചില കേസിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ DBTയിൽ ഇന്റർപേഴ്സണൽ റിലേഷൻസ് മെച്ചപ്പെടുത്താനും അവരെ കുറച്ചുകൂടെ ഇമോഷൻസ് മാനേജ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആക്കാനും ഒക്കെ ഇത് സഹായകരമാണ്. പക്ഷെ അവിടെയും ഇമ്പോർട്ടന്റ് എനിക്ക് NPD ട്രേറ്റ്സ് ഉണ്ട് അല്ലെങ്കിൽ NPD ഉണ്ട് എന്നുള്ളത് മാറ്റിയെടുക്കുക. ഇതെന്റെ കുഴപ്പമാണെന്നുള്ള റിയലൈസേഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് NPD.